പുരോഹിതർക്ക് ആദ്യം ഉണ്ടായിരുന്ന ബഹുമാനമൊക്കെ കളഞ്ഞു കുളിച്ചു. ഇവരായിട്ട് തന്നെ ചെയ്തത് ഇവരുടെ പ്രവൃത്തികളുടെയൊക്കെ ഫലമായിട്ടാണ്. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ മുഴുക്കുളം പ്രധാനയുടെ കീഴിൽ കുറുമശ്ശേരി ഇടവകയിൽ ഒരു വിശ്വാസി, നല്ല സത്യക്രിസ്ത്യാനിയാണ്, നല്ല വിശ്വാസിയുമാണ് ആള്. അച്ഛന് അവിടെ പരസ്യമായിട്ട് അച്ഛനെ തെറി വിളിക്കാൻ കാരണമുണ്ടായത് അവിടെ സിനഡ് കുർബാന ഞായറാഴ്ച 3:30 ഇപ്പൊ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. പെട്ടെന്ന് അച്ഛൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഇടവകയിൽപ്പെട്ട ഒരു വൈദികൻ, അത് മുന്നൂർപ്പള്ളി വികാരിയാണ്. മുന്നൂർപ്പള്ളി വികാരി കുറുമശ്ശേരി ഇടവകയിൽപ്പെട്ട ആളാണ്. ആ അച്ഛൻ്റെ അപ്പൻ, കുറുമശ്ശേരിയിലുള്ള അച്ഛൻ്റെ അപ്പൻ വിമാനത്തിൽ ഇറ്റലിയിൽ നിന്ന് നാട്ടിലേക്ക് അവസ്ഥയിൽ മടങ്ങി വരുന്ന അവസ്ഥയിൽ വിമാനത്തിൽ വെച്ച് മരിച്ചു. അത് മരിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു സംസ്കാര കർമ്മം അവിടെ ഉണ്ടായിരുന്നു. ഞായറാഴ്ചയാണ് അത് തീരുമാനിച്ചിരുന്നത്. അപ്പൊ ഞായറാഴ്ച തീരുമാനിച്ചു കഴിഞ്ഞപ്പോൾ ഈ അച്ഛനോട് ആലോചിച്ചാണല്ലോ ചെയ്തത്. അപ്പൊ അച്ഛന് ആ സമയം 3:30 അച്ഛൻ അദ്ദേഹത്തിന്റെ സംസ്കാരകർമ്മം നിശ്ചയിച്ചത്. ഇവിടെ കുറുശ്ശേരി പള്ളി 3:30 സിനഡ് കുർബാനയുണ്ട് താനും. അപ്പൊ അച്ഛന് അതനുസരിച്ച് ആ 3:30 കുർബാന ഒഴിവാക്കാതെ ആ സംസ്കാരകർമ്മം നിർവഹിക്കാൻ പോകുന്നെങ്കിൽ 3:30 കുർബാന 4:30 തീരില്ല. അപ്പൊ 4:30 സംസ്കാരം നടത്താമെന്ന് പറയാ. അല്ലെങ്കിൽ ആ കുർബാന വേണമെങ്കിൽ ഒരു 3:30 അരമണിക്കൂർ നേരത്തേക്ക് 3 മണിക്ക് വെച്ച് കഴിഞ്ഞാലും ഈ പറഞ്ഞോണം ഇവിടെ 4 മണിക്കും സംസ്കാരമാക്കി നടത്താനുള്ള ഒരു കുഴപ്പമൊന്നും ഉണ്ടായുള്ള കേസല്ലായിരുന്നു. അത് അച്ഛനെ യുക്തം ചെയ്യാതെ, ഇല്ലെങ്കിൽ രാവിലെ ഞായറാഴ്ച രണ്ടാമത്തെ കുർബാന അതിൻ്റെ കുർബാനയായിരിക്കും എന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. അച്ഛൻ അന്ന് ഈ കാരണം കൊണ്ട് ഈ മുന്നൂർപ്പള്ളി വികാരി എന്ന് പറയുന്ന ഇദ്ദേഹത്തിന്റെ വലിയ സുഹൃത്തും ഇവരുടെ ഒറ്റക്കെട്ടിൽപ്പെട്ട ഒരു വിമത വൈദികനുമാണ്. അപ്പൊ ആ വൈദികനോട് ഇത് കാണിച്ചുകൊണ്ട് ഇതിന്റെ അപ്പം വിളിച്ചതിൽ ഉള്ള അനുഭാവം രേഖപ്പെടുത്തിക്കൊണ്ട് അന്ന് സിനഡ് കുർബാന അങ്ങോട്ട് ഒഴിവാക്കി കട്ടിക്കളഞ്ഞു. അപ്പൊ അത് ഇദ്ദേഹം അവിടെ വന്നപ്പോ ഞായറാഴ്ച അവിടെ കുർബാന കഴിഞ്ഞ് സംസ്കാരം കഴിഞ്ഞ് കഴിഞ്ഞപ്പോ അച്ഛനോട് ചോദിച്ചു, ഇന്ന് കുർബാന ഇല്ലെന്ന് വെച്ചപ്പോ കുർബാന ഇല്ലെന്ന് പറഞ്ഞു. ഇവർ ഡിക്ഷണറിയിൽ ഇല്ലാത്ത 2 വാക്ക് പറഞ്ഞു. അത് പറയാൻ മാത്രമല്ല, അത് പുള്ളി പറഞ്ഞു പുള്ളിക്ക് അതിൽ മനസ്താപം ഉണ്ട് താനും. പുള്ളി അത് അതേപടി നിങ്ങൾ എന്നോട് ക്ഷമിക്കണം, ഞാൻ എന്റെ പെട്ടെന്നുള്ള കോപം കൊണ്ടാണ് ഞാനത് പറഞ്ഞു പോയി. സിനഡ് കുർബാന ഇല്ലാതെ ആക്കിയ കാരണം അത് അച്ഛന് കുർബാന ഒഴിവാക്കാതെ തന്നെ ആ സംസ്കാരം നടത്തായിരുന്നു, കുർബാനയും നടത്തായിരുന്നു. അപ്പൊ ഇതുള്ള ക്ഷോഭം കൊണ്ട് പറഞ്ഞു പോയതാണ്. അതുകൊണ്ട് നിങ്ങൾ എന്നോട് ക്ഷമിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഒരു വോയിസ് വിട്ടിരുന്നു, ഗ്രൂപ്പുകളിലൊക്കെ വന്നിരുന്നു. അപ്പൊ അത് അച്ഛന് അവസാനം പുള്ളി ഒരു വാക്ക് പറഞ്ഞു, എൻ്റെ കൂടെ 2-3 പേരുണ്ടായിരുന്നെങ്കിൽ ഞാൻ അച്ഛനൊന്ന് കരണ്ട കുറ്റിക്കൊന്ന് പൊട്ടിക്കുകയും ചെയ്യുമായിരുന്നു എന്നും പറഞ്ഞു. അപ്പൊ പുള്ളിക്ക് ആ വികാരി പോൾ പാറേക്കാട്ടിക്ക്, കുറുമശ്ശേരി വികാരി പോൾ പാറേക്കട്ടിയാണ് അടുത്ത വികാരി. അദ്ദേഹത്തിന് ഒരു പേടി തട്ടി. ആള് 2-3 പേരുണ്ടെങ്കിൽ എന്നെ കൈ വെക്കുമോ എന്നുള്ളൊരു പേടി. പുള്ളി ആ പള്ളി വക എല്ലാ ഗ്രൂപ്പുകളിലും എല്ലാവർക്കും ഇട്ട് കൊടുത്തേക്കാണ്. അപ്പൊ ജനങ്ങളെ ഇടയ്ക്ക് ഇദ്ദേഹത്തിനെ ഒന്ന് ഒറ്റപ്പെടുത്തി എടുക്കണം. അപ്പൊ അതിനു വേണ്ടി ആൾക്കാര് വലിയ പ്രതികരിക്കാൻ ഉള്ള ലക്ഷണമൊന്നും കണ്ടില്ല. ആൾക്കാർക്ക് കാര്യം മനസ്സിലായി. അതിപ്പോ അച്ഛന്റെ ഭാഗത്തും തെറ്റുണ്ടല്ലോ. അതിപ്പോ ഇദ്ദേഹം അതിന് മനസ്താവിച്ചിട്ടുണ്ട്. ഇദ്ദേഹം മനസ്താവിച്ചാണ് അതിൽ പറഞ്ഞത്, എന്റെ ഭാഗത്ത് തെറ്റ്, നിങ്ങൾ എന്നോട് ക്ഷമിക്കണം എന്ന് പോലും പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് പിന്നെ വീണ്ടും അച്ഛൻ അത് ഗ്രൂപ്പിലേക്ക് ഇട്ടേക്കാണ്. അത് പ്രശ്നം അതൊന്ന് കുറച്ചും കൂടി വഷളാക്കി എടുക്കാൻ ഭയപ്പാട് കൊണ്ടാണ് കേട്ടോ. അതാണ് അവസ്ഥ.